9, 8, 7, 6, 5, 4, 3, 2, 1, 0. കിറ്റി, ആർ യു റെഡി? ഞാനിപ്പോ കണ്ണു തുറക്കും. ഞാനിത് എവിടെയാ? കിറ്റി, കിറ്റി, എവിടെ എന്റെ കിറ്റി പൂച്ച? മോന്റെ കിറ്റി എന്റെ കൂടെ ഉണ്ട്. അവൾ എവിടെയാന്ന് ഞാൻ കാണിച്ചു തരട്ടെ. യോ, മരം സംസാരിക്കേ. നിങ്ങൾ ആരാ? ഞാനോ? ഞാൻ ഈ ചെരിക്കുണ്ടന്നെയാ. പേരെന്താ? പറയാം, ഒരു ഉമ്മ തന്നാ പറയാം. അയ്യേ, ഞാൻ ഞങ്ങൾക്ക് ഉമ്മ തരില്ല. എന്റെ കിറ്റി എവിടെയാന്ന് പറ. അയ്യോ അമ്മേ. ചെരിക്കുട്ടാ, ഞാൻ മോന്റെ കിറ്റി. അയ്യോ, ഈ മടിയൻ പൂച്ച എപ്പോ നോക്കിയാലും ഉറക്കുക. എഴുന്നേറ്റേ, നീ ഇതെവിടെ കിടന്ന് ഉറങ്ങണെന്ന് നോക്കി. ഈ ഉറക്കം തൂങ്ങി ആൻറ്റിയുടെ ബെല്ല് കേട്ടാലേ എണീക്കൂ. ഗുഡ് മോർണിംഗ് ജെറി. ഇറ്റ് ഈസ് 7:30 നൗ. കൃത്യം 7:50 ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. ഗെറ്റ് റെഡി സൂൺ. ഷോ, എന്തൊരു നല്ല സ്വപ്നമായിരുന്നു. അതിന് നീ ആ മരത്തെ കണ്ടില്ലല്ലോ. ഉറക്കം തൂങ്ങി. അതെങ്ങനെയാ? പാല് കുടിക്കാനും കൂട്ടാടാനും മാത്രല്ലേ നീ വായതോർക്കൂ. അയ്യോ, ലേറ്റ് ആയി. ഒന്ന് പതുക്കെ കറങ്ങാന്റെ ക്ലോക്കേ. ഗുഡ് മോർണിംഗ് ജെറി. ഗുഡ് മോർണിംഗ്. മമ്മിക്ക് ഇന്നൊരു പ്രസന്റേഷൻ ഉള്ളതുകൊണ്ട് ലേറ്റ് ആയേ വരൂ. എന്റെ കുട്ടി സ്കൂളിൽ പോകുമ്പോ ഈ പൂ കുത്താൻ മറക്കല്ലേ. ലെഫ്റ്റ് പോക്കറ്റിന്റെ റൈറ്റ് സൈഡ്. ഓക്കെ? ഹാവ് എ ഗുഡ് ഡേ മമ്മി. ചെറുകുട്ടാ, വെരി വെരി ഗുഡ് മോർണിംഗ്. എന്റെ മോൻ സ്കൂളിൽ പോകുമ്പോ ബാഗില് ഈ കോഡ് ലിവർ ഓയിലിന്റെ കുപ്പി കൊണ്ടുപോകണം. ലഞ്ചിന് മുമ്പ് 2 ക്യാപ്സൂൾ അങ്ങോട്ട് വിഴുങ്ങണം. എന്നാലല്ലേ ശക്തിമാനാകൂ. പിന്നെ പതിവ് പോലെ ഇന്നും പല്ല് തേക്കാൻ മറന്നുവല്ലേ നീ? ജെറി, പല്ല് തേക്കുമ്പോ മുകളിൽ നിന്ന് താഴേക്ക് തേക്കണം. അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. സൈഡിലേക്ക് ബ്രഷ് ചെയ്യുന്നത് അൺഹെൽത്തിയാണ്. ടങ് ക്ലീനർ ഉപയോഗിക്കരുത്. നാവിലെ ടേസ്റ്റ് ബഡ്സിനെ അത് നശിപ്പിക്കും. ബ്രഷ് ഉപയോഗിച്ച് തന്നെ നാവ് ക്ലീൻ ചെയ്യണം. Get lost. Break the tongue cleaner. Save the tongue, save the taste. That's our campaign. But the question is, why? Why? Because the tongue cleaner is a destroyer of taste. Why? Because ATN Masala is committed to taste. Why? Because it will be an idea that will differentiate us from the rest. Why? Because it will be more than an ad campaign. And that's it. Good. എന്ത് തോന്നുന്നു സാർ? ഇൻഫാക്ട് എക്സലന്റ്. എനിക്ക് തോന്നിയൊരു പ്രത്യേകത ഒരു ആഡ് ക്യാമ്പയിൻ ആണെന്ന് ആർക്കും തോന്നില്ല എന്നുള്ളതാ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. 3 മാസമായി. പെൺകുട്ടിയാ. ഹസ്ബൻഡിനി പെൺകുട്ടികൾ വേണ്ടാന്നാണ്. ഹസ്ബൻഡ് എവിടെ? ഗൾഫിലാ. ഹസ്ബൻഡ് വരുമ്പോഴേക്കും എല്ലാം ക്ലീൻ ആവണം. ഇനിയൊരു പെൺകുട്ടിയെ അദ്ദേഹത്തിന് വേണ്ട അല്ലേ? ഓക്കെ. ക്രിസ്മസ് കഴിഞ്ഞ് 26-ാം തീയതി രാവിലെ 11 മണിക്ക്. അയ്യോ ഡോക്ടർ, നാളെയോ മറ്റന്നാളോ ആയിരുന്നെങ്കിൽ അതൊരു ഗ്രേറ്റ് ഫേവർ ആയിരുന്നേനെ. നാളെ ഞാൻ ഫുള്ളി എൻഗേജ്ഡാ. ആൻഡ് ഡേ ആഫ്റ്റർ ടുമോറോ ഇസ് ക്രിസ്മസ്. പ്രോബ്ലം ഈസ് ന്യൂ ഇയറിന് ഹസ്ബൻഡ് വരുമെന്ന് ഫോൺ വന്നിരുന്നു. ഓക്കെ. കുറേ കാലം കഴിഞ്ഞ് വരിക അല്ലേ? അതെ, 2 വർഷമായി. ഐ മീൻ അല്ല,
കഴിഞ്ഞ വർഷം വന്നിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഇതൊരു എമർജൻസി കേസായി ഞാൻ പരിഗണിക്കാം. പേയ്മെന്റ് ക്യാഷ് ആയിട്ട് കൊടുത്തോളൂ. അപ്പോൾ വിൽ ഹാവ് ഇറ്റ് ഓൺ ക്രിസ്മസ് ഈവ് ഇറ്റ് സെൽഫ്. ഓക്കെ? താങ്ക് യു. You have done it. Good. Now, Priya, താങ്കളുടെ അടുത്ത അസൈൻമെന്റ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു അസൈൻമെന്റ്. ക്ലയന്റ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം. ഡെഡ് ലൈൻ 26 ഡിസംബർ. സർ, അപ്പൊ എന്റെ ക്രിസ്മസ്. ഹലോ we got it. പിന്നെ ക്ലയന്റ് വണ്ടർ അടിച്ചു പോയില്ലേ? It was good. ഹായ്. ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടിരുന്നല്ലോ. ആ മരം മേഘങ്ങളുടെ ഇടയിലായിരുന്നു. തന്നെ കണ്ട ആ മരത്തിന്റെ അനിയനെ പോലുണ്ട്. നമ്മളിവിടെ മിണ്ടിയും പറഞ്ഞിരുന്നാലേ നേരം പോവും. ഞാൻ പോട്ടെ, നാളെ വരാ. ബൈ. തന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ, സോ സ്വീറ്റ്. എനിക്കുണ്ടൊരു കൂട്ടുകാരി, ഒരു ഉറക്കം തൂങ്ങി പൂച്ച, കിറ്റി. ഒരു ദിവസം ഞാൻ അവളെ കൊണ്ടുവരാം. മരം കയറാൻ പിടിക്കുക. കൊണ്ടുവരുമ്പോ കണ്ടോ നീ ആളൊരു ഭീകിരിയാണല്ലോ. വലുതാവണ്ടേ നിനക്ക്? ഞാൻ നിനക്കൊരു സൂത്രം തരാം. കഴിച്ചോ? എന്നാലേ എന്നെ പോലെ ശക്തിമാനാകൂ. ഗോൾഡൻ ലീവ്സ്, ബ്ലൂ ട്രങ്ക്, യെല്ലോ റൂട്ട്സ്. ക്ലൗഡ് ട്രീക്ക് ചുറ്റും ചിരിക്കുന്ന മേഘക്കുട്ടികൾ. എടി കിറ്റി, നീ അതൊന്നും കണ്ടില്ലല്ലോ. കഷ്ടം. സാരില്ല, നമ്മുടെ കുന്നിന്റെ മുകളിൽ ഒരു വലിയ മരമുണ്ട്. അതേ, ക്ലൗഡ് ട്രീയുടെ അനിയനാ. ഞങ്ങള് വലിയ കൂട്ടുകാരാ. നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകാം. നമുക്ക് ഒളിച്ചു കളിക്കാൻ പറ്റിയ സ്ഥല. ജെറിക്കുട്ട, ഏയ് ലുക്ക്. ജെറിക്ക് ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കും നോക്കിയേ. താങ്ക് യു ഡാഡ്. ഇത് പ്ലാസ്റ്റിക് അല്ലേ? പിന്നല്ലാതെ. ഡാഡി, എനിക്ക് ഇതുപോലത്തെ ഒരു മരം വാങ്ങി തരോ? നീ നിന്റെ മമ്മിയുടെ ട്രാക്ക് തന്നെയാണല്ലോ. പക്ഷേ എന്താ ഇത്? ഡാഡി, ഇതാണ് ക്ലൗഡ് ട്രീ. ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടതാ. ക്ലൗഡ് ട്രീ? ഓ ഗോഡ്. നീ നിന്റെ മമ്മിയെ കടത്തി വെട്ടും. പിന്നെ നീ ഇങ്ങനെ മമ്മിയുടെ സാധനങ്ങൾ എടുത്ത് കളിച്ചാലേ മമ്മിക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഇതെല്ലാം പാക്ക് ചെയ്ത് നിന്റെ മുറിയിലേക്ക് വെക്കോ. ഓക്കെ? പാക്കറ്റ് ആവും. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടു. തണുത്തു പോവും. എപ്പോഴും ഞങ്ങൾ എന്താ മമ്മി വരാത്തേ? നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, സ്ത്രീകൾ നിന്റെ മമ്മി എത്തി. ഐ എം സോറി, മമ്മി. ഞാൻ ഓർത്ത് ഡോർ ലോക്ക്ഡ് ആയിരിക്കുന്നു. ഇറ്റ്സ് ഓൾവേസ് ഓപ്പൺ ഫോർ യു, പ്രിയ. ഇന്ന് പ്രസന്റേഷൻ ആയിരുന്നു ബ്രേക്ക് ദ ടങ് ക്ലീനർ ക്യാമ്പയിന്റെ. അടിച്ചു പൊളിച്ചു. ക്ലയന്റ് ക്ലീൻ ബൗൾഡ്. അതെങ്ങനാ? ജെറിയുടെ മമ്മിയല്ലേ, മോശം വരോ? For heaven's sake, പ്രിയ, നീ ഒന്ന് പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് കഴിക്കും. ഐ എം സോറി അലക്സ്, എനിക്ക് ഭയങ്കര വിശപ്പാ. At least wash your hands. It's unhealthy. കുടുംബത്തിന് മുഴുവൻ വേണ്ടി അലക്സ് കൈയ്യുണ്ടല്ലോ, അത് പോരെ?
ഒരു പ്രസന്റേഷൻ ആയല്ലോ. ഇന്നിനി വയ്യ. ക്ഷീണായി അല്ലേ? അതല്ലേ വന്നപ്പോഴേ ഞാൻ നിന്നോട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞ. നോ അലക്സ്, 26-ാം തീയതി ഒരു ഡെഡ് ലൈൻ ഉണ്ട്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു ക്യാമ്പയിൻ. somehow I have to crack an idea. ഡെഡ്ലൈൻ. ഈ ഡെഡ്ലൈനൊക്കെ ഉപരി ഒരു ജീവിതമുണ്ട്. നീ സൗകര്യപൂർവ്വം മറക്കുന്ന നമ്മുടെ ജീവിതം. അത് മനസ്സിലാക്കാൻ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാനും നിനക്കൊരു ഡെഡ്ലൈൻ തരട്ടെ. മമ്മി ക്രിസ്മസിന് കുഞ്ഞാഞ്ചി വരോ? എനിക്കറിയില്ല. സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറരുതെന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗോ ടു ബെഡ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഷോ മറന്നുപോയി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മൾ ആദ്യം കണ്ടപ്പോഴേ അലക്സിനോട് ഞാൻ പറഞ്ഞതാ ഐ എം മാരീഡ് ടു മൈ പ്രൊഫഷൻ എന്ന്. അന്ന് എൻ്റെ ഡെഡ് ലൈനുകളൊന്നും അലക്സിനൊരു പ്രശ്നമേ അല്ലായിരുന്നു. മാത്രമല്ല എന്നെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ വാശിയിലും. അന്നും ഇന്നും പ്രൊഫഷനും ഫാമിലി ലൈഫും എനിക്ക് ഒരേ ഇമ്പോർട്ടൻസാ. ഒരു സക്സസ്ഫുൾ ക്രിയേറ്റീവ് ഡയറക്ടറായി സർവൈവ് ചെയ്യുന്നതിനൊപ്പം ഞാൻ ഇന്നൊരു കുട്ടിയുടെ അമ്മയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അലക്സിനൊരു വീണ്ടും വിചാരം വന്നിരിക്കുന്നു. അതും 2 പെഗ് കഴിച്ചിട്ട്. ഓക്കെ ഐ എം സോറി. ഐ ഓവർ റിയാക്റ്റഡ്. എനിക്കറിയാം ഇത് നിന്റെ പ്രൊഫഷനാണ്. ഹേ, നീ ഇപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കണോ? ഞാൻ സോറി പറഞ്ഞില്ലേ? നോ, എൻ്റെ മൂഡ് പോയി. ആ എൻവയോൺമെന്റൽ മിനിസ്ട്രി ക്യാമ്പയിന് ഒരു ഐഡിയ ക്രാക്ക് ചെയ്യാതെ എനിക്കിന്ന് ഉറക്കം വരില്ല. സാരമില്ല അലക്സ്, എൻ്റെ പ്രൊഫഷൻ്റെ നേച്ചർ അതാണ്. ഡെഡ് ലൈൻ ആണെങ്കിലും കറക്റ്റ് മൂഡില്ലെങ്കിൽ എനിക്ക് ഒന്നും നടക്കില്ല. അതിനിടയ്ക്ക് നശിച്ച തലവേനയും. നിനക്ക് മരുന്ന് വല്ലതും? നോ, ഇറ്റ്സ് ഓക്കെ. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ നിനക്ക് ഒരു സ്പെഷ്യൽ മെഡിസിൻ കൊണ്ടുവരാം. ഏയ് ഇല്ല ഊട്ടാ, ഇറ്റ്സ് ഓക്കെ. ഹേ പ്രിയ, ജെറി മമ്മിയുടെ മോനെ സ്വപ്നത്തെ പറ്റിയെന്ന് പറഞ്ഞേ. എന്ത് സ്വപ്നം? മേഘമരത്തിന്റെ സ്വപ്നം. മമ്മി, അതൊരു പ്രത്യേകതരം മര. മേഘത്തിന്റെ മുകളില് അത് നിൽക്കുന്ന ഇലകള് സ്വർണത്തിന്റെ നിറ, നീലത്തടി, വേരുകൾക്ക് മഞ്ഞ നിറ, ചിരിക്കുന്ന മേഘക്കുഞ്ഞുങ്ങളാ ചുറ്റും. A tree with golden leaves, blue trunk and yellow roots, standing on a cloud. It's really going to be an eye catcher. Wow, thank you Alex. ഞാനല്ലേ ഐഡിയ പറഞ്ഞേ? മോന് എന്റെ വക ഒരു പിസ്സ ട്രീറ്റ്. എപ്പോ വേണമെന്ന് പറ. എനിക്ക് ട്രീറ്റ് ഒന്നും വേണ്ട. പിന്നെ എനിക്ക് ഡാഡിയുടെയും മമ്മിയുടെയും ഇടക്ക് കെട്ടിപ്പിടിച്ച് കിടക്കണം. അയ്യോ, ഇന്ന് പറ്റില്ലടാ. അതെന്താ? ഇന്ന് മമ്മിക്കൊരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യാനുണ്ട്. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കും പൂച്ച. കിട്ടിപ്പെണ്ണേ, നിനക്കെന്താ അസുഖമില്ലേ? നീ എന്തോ പാല് കുടിക്കാത്തെ? ഡാഡിയോട് നിനക്ക് മരുന്ന് തരാൻ പറയാട്ടാ. നാളെ നമുക്ക് സാറ്റ് കളിക്കാൻ പോണ്ടതാ. എവിടേക്കാന്നറിയോ? ആ കുന്നിൻ ചെരുവിലെ മരത്തിന്റെ അടുത്ത്. Write an essay on the greatest desire of your life. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊരു ഉണ്ണിവാവ വേണം. ഉണ്ണിവാവയെ ഞാൻ രാവിലെ എണീപ്പിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോയി പല്ലുതേപ്പിച്ച് പാപ്പം കൊടുത്ത് സ്കൂളിൽ കൊണ്ടുപോകും. പഠിച്ചില്ലെങ്കിൽ ഞാൻ നല്ല പിച്ചു കൊടുക്കും. അപ്പം എൻ്റെ ഉണ്ണിവാവ കരഞ്ഞാൽ ഞാനെൻ്റെ ഉണ്ണിവാക്ക്
കൊടുക്കും. ഉമ്മ, ഉമ്മ. ചീ, പോടാ. സൈലൻസ്. ഹലോ ഹലോ ഛെ. ഹലോ Damn it. ഇനി എന്താ ചെയ്യാ? അലക്സ് ഒരു തീരുമാനം പറ. നീ തീരുമാനിച്ചാ മതി. വൈ ഷുഡ് ഐ? അലക്സ് ആണ് ഇതിന് കാരണം. നീ പിൽസ് കഴിച്ചില്ല, പ്രഗ്നന്റ് ആയി. ഇപ്പൊ ഞാനായോ കുറ്റക്കാരൻ? ടനാ, ടനാ, ടനാനനനനാ, ടനാ, ടനാ, ടനാനനനനാ. കിറ്റി, കിറ്റി, ടനാ, ടനാ. അയ്യോ, ഈ മണ്ടൻ പൂജ പാല് തട്ടി മറിച്ചല്ലോ. ആ, എന്നിട്ട് പോത്തുപോലെ കിടന്നുറങ്ങ. എണീക്കടി, ഉറക്കം തൂങ്ങി. നമുക്ക് സാറ്റ് കളിക്കാൻ പോണ്ടേ? കിറ്റി, എണീക്ക്, ഉറക്കം തൂങ്ങി. നമ്മുടെ കിറ്റി പോയി. കിറ്റി ഉറങ്ങിയാണ്. അവളോട് ഞാൻ എപ്പോഴും പറയാറുള്ളതാ ഇങ്ങനെ ഉറങ്ങല്ലേന്ന്. സാരമില്ല മോനെ, നമുക്ക് ഭാസ്കരനെ വിളിക്കാം. മോന്റെ ഗാർഡനിൽ തന്നെ നമുക്ക് കിറ്റിയെ കുഴിച്ചിടാം. വേണ്ട, എനിക്ക് ആ കുഞ്ഞിന്റെ മോളി കിറ്റിയുടെ കൂടെ കളിക്കണം. നിന്നോട് പറഞ്ഞില്ലേ നിന്റെ അടുത്തേക്ക് എൻ്റെ കിറ്റിയെ കൊണ്ടുവരാമെന്ന്? ദേ എൻ്റെ കിറ്റി, നീ നോക്കിക്കോണേ. പാല് കുടിക്ക്. എനിക്ക് വേണ്ട. മമ്മി, നമ്മുടെ കിറ്റി പോയി. ആലീസ് ഫോൺ ചെയ്തിരുന്നു. പാവം കിറ്റി. കഴിഞ്ഞ ക്രിസ്മസിന് മമ്മി എനിക്ക് ഗിഫ്റ്റ് തന്നതാ കിറ്റി. സാരമില്ലട മോനെ, ഇത്തവണത്തെ ക്രിസ്മസിന് മമ്മി മോനൊരു ഗ്രൻ ഗിഫ്റ്റ് തരും. എൻ്റെ കിറ്റിയെ പോയാ വേണ്ട. എന്നെ ഒരിക്കലും വിട്ടു പോകാത്ത ഒരു ഗിഫ്റ്റ് തരുമോ? എന്ത് ഗിഫ്റ്റിന്റെ കാര്യം അലക്സ് ഉദ്ദേശിച്ചേ? ഞാൻ ഇനി അമ്മയാകണമെന്നോ? ജെറിയെ വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ ലൈഫിൽപ്പെട്ട പെടാപ്പാടറിയാലോ. എന്റെ പ്രൊഫഷൻ ഞാൻ എത്ര സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്ന് അലക്സ് അന്വേഷിച്ചിട്ടുണ്ടോ? യു നോ ദാറ്റ് ഐ ആം യെറ്റ് ടു കോമ്പൻസേറ്റ് ദാറ്റ് ഇൻ മൈ കരിയർ. ഇതൊന്നും അറിയാതെ എന്ത് ധൈര്യത്തിലാ മേലും കീഴും നോക്കാതെ മോനോട് ഓരോന്ന് പറയുന്നത്? നീ ഒരുപാട് ചോദിച്ചു. എൻ്റെ ലൈഫ്, എൻ്റെ പ്രൊഫഷൻ, എൻ്റെ സാക്രിഫൈസ് എല്ലാം എൻ്റെ എല്ലാം നിന്റെ മാത്രമാണ് അല്ലേ? എൻ്റെന്ന് മാത്രം പറഞ്ഞാൽ അത് കുടുംബജീവിതം ആവുന്നില്ല. അതാവണമെങ്കിലേ നമ്മുടേന്ന് പറയണം.
നമ്മുടെ ജീവിതം, നമ്മുടെ കുട്ടി. യെസ്, ഇറ്റ്സ് അവർ ചൈൽഡ്. എന്റെ മകനോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മേലും കീഴും നോക്കണമെങ്കിൽ ഞാൻ അവന്റെ ഡാഡി അല്ലാതാവണം, അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് അല്ലാതാവണം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പറ, യു ടെൽ മീ. ഇനി നീ പറഞ്ഞതുപോലെ ഈ എന്റെ കാര്യം, ക്യാമ്പയിനുകളും ഡെഡ്ലൈനുകളുമായി നീ എപ്പോഴും പ്രഗ്നന്റാ, അതിന്റെ ഡെലിവറി ബെഡ്റൂമിലും. ഞാനിങ്ങനെ പുകഞ്ഞ ചാരാവുക. ഐ ആം മാരീഡ് ടു മൈ പ്രൊഫഷൻ. അഹങ്കാരല്ലേ നീ പറഞ്ഞ? അതെ, എനിക്കും ആവാ ഇതൊക്കെ. ഗെറ്റിംഗ് മാരീഡ് ടു കപ്പിൾ ഓഫ് അതർ ഗുഡ് തിങ്സ്, യു നോ ദാറ്റ്. അലക്സ് ഇങ്ങനെ കൈ കഴുകി ഒഴിയാൻ നോക്കണ്ട. എനിക്കെല്ലാം ഒന്ന് റീതിങ്ക് ചെയ്യണം. ചെരിക്കുട്ടാ, എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? എനിക്ക് ആരുമില്ല. എന്റെ കിറ്റി എന്നെ ഇട്ടേച്ച് പോയി. ഏയ്, ഉണ്ടല്ലോ, മോനെ കാത്ത വേറൊരാളിരിപ്പുണ്ട്. ആര്? മോന്റെ ഉണ്ണിവാവ. എവിടെ? ഉണ്ണിവാവയെ കാണിച്ചു തരണമെങ്കിൽ എനിക്കൊരു ഉമ്മ തരണം. ഞാൻ എങ്ങനെ ആർക്കും ഉമ്മ കൊടുക്കൂലെന്ന് പറഞ്ഞില്ലേ? ഇത്തവണ മോൻ എനിക്ക് എന്തായാലും ഉമ്മ തരണം. മോന് ഉണ്ണിവാവയെ കാണണ്ടേ? വാ വാ. ഈ ടൈം പീസിനാണ് തല്ലി പൊട്ടിക്കും. എന്നോട് ദേഷ്യപ്പെടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ടൈം പീസ്. ഈ ടൈം പീസ് എന്റെ ഫ്രെഡി എനിക്ക് തന്ന സമ്മാന. തൊട്ടുപോരുത്. എന്തിനാ എന്റെ ഉറക്കം കളഞ്ഞേ? എനിക്ക് സ്കൂളില്ലാത്തല്ലേ? നിനക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊറിയറിൽ വന്നിട്ടുണ്ട്. ഹായ്, ഇത് കുഞ്ഞാൻറ്റി ഡൽഹിന്ന് അയച്ചതാ. ഹായ് ഉണ്ണിവാവ, ചക്കര ഉണ്ണിവാവ. So, as usual, Priya is ready before the deadline. No, ഇല്ല സർ, അത് I'm still working on it. There may or may not be life after death. But there is no life after deadline. Huh? Happy Christmas. ടാര ടാര ടാരരാ ടാരാരാരാരാ. മോനെ എന്താ അവിടെ ചെയ്യുന്നേ? എന്റെ ഉണ്ണിവാവയെ ഞാൻ കുളിപ്പിക്കുക. ജെറി, നീ ഉണ്ണീശോയെ വെച്ച് കളിക്കല്ലേ? ടാര ടാര, എന്റെ പഞ്ചാര ഉണ്ണിവാവ. ഉമ്മ ഉമ്മ ഉമ്മ. മോനെ, ഉണ്ണിയേശു, മോന്റെ ഉണ്ണിവാവ ജനിക്കുന്നത് ഇന്ന് പാതിരേക്കാ. അതുവരെ മോൻ ഉണ്ണിവാവയെ പുൽക്കൂട്ടി വെക്കരുത്. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ബാഗിൽ വെക്കാം. ടാര ടാര ടാരരാരാ. ഉമ്മ. ഉണ്ണിവാവ പിറക്കുമ്പോൾ ആന്റി എന്നോട് പറയണേ, അപ്പോ ഞാൻ ഉണ്ണിയെ പുറത്തെടുക്കാം. ആന്റി, ഐ ആം സോറി. രാവിലെ ഞാൻ ആന്റിയോട് ദേഷ്യപ്പെട്ടു. സാരമില്ല മോനെ, പാല് കുടിക്ക്. ഈ ടൈം പീസ് ഫ്രെഡി അങ്കിൾ ആന്റിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് തന്നതാ. 73 കരീബിയൻ ഐലൻഡിലേക്ക് കപ്പൽ കയറുന്നതിന് മുമ്പ് തന്നതാ. ഫ്രെഡി അങ്കിൾ ഇപ്പോ കരീബിയല. അല്ല, മോന്റെ കിറ്റിയുടെ കൂടെ
ആന്റി കരയല്ലേ? ഉണ്ണിവാവ പിറക്കുന്ന സമയത്തിന് ഒരു അലാം വെക്കോ? പെട്ടെന്ന് പാല് കുടിച്ചിട്ട് വാ. Hi, Kuta. ഹായ്. മമ്മിയെ കുഞ്ഞാന്റി എനിക്ക് തോന്നുന്നു സമ്മാനം കണ്ടോ? Beautiful. എന്തിയേ ഉണ്ണീഷ എവിടെ പോയി? ഉണ്ണീഷു ഒന്ന് പാതിരാത്രിയല്ലേ പിറക്ക? അതെ അതെ. പിന്നെ എങ്ങനെയാ ഉണ്ണീഷയെ കാണാ? മമ്മി എപ്പോഴാ എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് തരുന്നേ? നിന്റെ ഡാഡി എവിടെ? ഓ. Hi, Alex. Hiya. How was your day? Not too bad. How about you? Not too good either. So, എന്താ നിന്റെ തീരുമാനം? അതെ, അത് നമ്മുടെ തീരുമാനമല്ലേ? സോ നമുക്ക് അബോർഷൻ ചെയ്താലോ? താങ്ക് ഗോഡ്. നമ്മളെന്ന് പറയാൻ നീ പഠിച്ചല്ലോ. പിന്നെ അബോർഷൻ. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ നീ അത് പെട്ടെന്ന് ചെയ്യണം. നമ്മളത് പെട്ടെന്ന് ചെയ്യണം. നമ്മുടെ ക്ലിനിക് വരുന്ന ദിവസങ്ങളിൽ ഫ്രീ ആയിരിക്കുമല്ലോ. പക്ഷേ നമുക്ക് വേറൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. Why? We are doing it. We both. എനിക്ക് മനസ്സിലായില്ല. You are a gynecologist. The city is best. നമ്മൾ എന്തിനാ വേറൊരാളുടെ അടുത്ത് പോകുന്നത്? പക്ഷേ എൻ്റെ കുട്ടിയുടെ അബോർഷൻ ഞാൻ തന്നെ നടത്തുകയെന്ന് പറഞ്ഞാൽ നോ, ഇറ്റ്സ് ഇംപോസിബിൾ. ഓ, മറ്റൊരാളുടെ കാര്യത്തിലാവുമ്പോ പൈസ കിട്ടുമല്ലോ. സ്വന്തം കുട്ടിയുടെ കാര്യത്തില് പൈസ കിട്ടില്ലല്ലോ. നീ എന്റെ പ്രൊഫഷൻ ഇൻസൾട്ട് ചെയ്തത്. ശബ്ദം കൂട്ടണ്ട. ഇന്നലെ രാത്രിയില് അലക്സ് ഇതല്ലേ ചെയ്ത്? അത് മാത്രല്ല, ഒരു സ്ത്രീ എന്നുള്ള എന്റെ ഇൻഡിവിജ്വാലിറ്റിയെ തന്നെ അലക്സ് ചോദ്യം ചെയ്തു. ഞാൻ പ്രഗ്നന്റ് ആണ്, നമ്മളല്ല. പക്ഷെ നമ്മളല്ല ഇതിന്റെ വിധി തീരുമാനിക്കേണ്ടത്, ഞാനാണ്. Is that fair enough? ഇത് നമ്മുടെ കുട്ടി ആവും. 9 മാസം ഞാൻ ചുമന്ന് പ്രസവിച്ച് കഴിയുമ്പോ അതുവരെ ചുമക്കുന്നത് ഞാനാ, നമ്മളല്ല. ഇനി കുഞ്ഞുണ്ടായി കഴിഞ്ഞാലോ അതിനെ ഫീഡ് ചെയ്യേണ്ടതും ഞാനാ, നമ്മളല്ല. അതുകൊണ്ട് ഒരു പെണ്ണെന്ന നിലയ്ക്ക് അബോർഷൻ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട അവകാശം എന്റേതാ, എന്റെ മാത്രം. ഇത് അലക്സിനെ മനസ്സിലാക്കി തരാനാണ് ഇത്രയും സംസാരിച്ചത്. Get lost. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും തരില്ല. എന്താ അബോർഷൻ? ഹേയ്, എന്ത് പറ്റി? മോനാകെ അപ്സെറ്റ് ആയിരിക്കുന്നല്ലോ. ഞാൻ ചോദിച്ചില്ലേ എന്താ അബോർഷൻ? മോൻ എന്തിനാ അതൊക്കെ അറിയുന്നത്? എനിക്കറിയണം. ചെറുക്കുട്ടാ, കുട്ടികൾക്ക് അതൊന്നും മനസ്സിലാവില്ല മോനെ. ഞാൻ കുട്ടിയല്ല. കുഞ്ഞുങ്ങൾ ആദ്യം ഉണ്ടാവുന്നത് അമ്മയുടെ വയറ്റിലാണ്. അല്ല, അമ്മയുടെ ഉദരത്തിൽ. മിടുക്കൻ മോൻ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യെസ്, കൊള്ളാം. അതെ, അമ്മയുടെ ഉദരത്തിലാണ് കുഞ്ഞുങ്ങൾ ആദ്യം ഉണ്ടാവുന്നത്. കുഞ്ഞുങ്ങൾ അപ്പോൾ എത്ര ബിഗ് ആയിരിക്കും? വെരി സ്മോൾ. ദേ, ഇത്രയും വലുപ്പം. ഉണ്ണിവാവയ്ക്ക് എന്നെ പോലെ കണ്ണുണ്ടാവോ? മോനെ പോലെ തന്നെ എല്ലാം ഉണ്ടാവും, പക്ഷേ വളരെ വളരെ ചെറുത്. കുഞ്ഞിക്കണ്ണ്, കുഞ്ഞിച്ചെവി, കുഞ്ഞി വിരല്, കുഞ്ഞിച്ചിരി. ഞാൻ പറഞ്ഞ അബോർഷൻ എന്ന് പറഞ്ഞാൽ പ്രായത്തിന് മുമ്പ് വയറ് കീറി കുഞ്ഞുവാവയെ പുറത്തേക്ക് എടുക്കുന്നതാണ്. എനിക്കപ്പോ ഉണ്ണിവാവയുടെ കൂടെ കളിക്കാൻ പറ്റോ? ഇല്ല, അത് വാവ മരിച്ചു പോകും.
Alex? ജെറി ഇല്ല ജെറി ഞാൻ നിക്കവിടെ കൊടുക്കില്ല. ഇല്ല അമ്മയ്ക്ക് കൊടുക്ക് ഇല്ല ഞാൻ അമ്മയ്ക്ക് കൊടുക്ക്. കൊടുക്കില്ല. ഇല്ല മോനെ പ്ലീസ്. ഇല്ല ഞാൻ കൊടുക്കില്ല. ജെറി അമ്മയ്ക്ക് കൊടുക്കും മോനെ, നല്ല കുട്ടിയല്ലേ. ഇല്ല എന്റെ ഉണ്ണിവാവയും മമ്മി കൊല്ലും. ഞാൻ തരില്ല. ഗുഡ് ബോയ്. സർ, ജെറിയെ കാണാനില്ല. ഞാൻ വീട് മുഴുവൻ നോക്കി. എന്ത് ജെറിക്കുട്ടാ? ജെറി ജെറി മോനെ, ജെറി 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 മോനെ. ജെറിക്കുട്ടാ ജെറി. തന്റെ ഉണ്ണിവാ നിന്റെ അടുത്തേക്ക് വരും. നീ അവനൊരു ആപത്തും വരാതെ നോക്കണം. ഞാൻ എന്റെ ഉണ്ണിവാവിന്റെ അടുത്തേക്ക് വരും. ഉണ്ണിവാവ് ഉറങ്ങുകയാണെങ്കിൽ ഞാൻ ഉമ്മയോട് തെണീപ്പിക്കും.
Happy Christmas, Jerikuta. Jerikuta, മോന്റെ ഉണ്ണിവാവയോ ഇത്? Hey, baby. Oh, my sunshine. Look. Yes. Wow.